നിങ്ങളുടെ ആ പള്ളി പൊളിച്ച് നല്ലൊരു പള്ളി ഉണ്ടാക്കിയാൽ പോരായിരുന്നോ? പക്ഷേ നിങ്ങളത് വിട്ടു തന്നില്ല. ആളുകൾക്ക് സൗകര്യം ഉണ്ടായാലല്ല നിങ്ങളെ ലക്ഷ്യം പള്ളി ഓഫീസാണ്. നിങ്ങൾ CD കേസറ്റ് വെച്ച്, വീഡിയോ വെച്ച്, ടെലിവിഷൻ വെച്ച് നോക്കലല്ലേ പള്ളിയിൽ? ഓഫീസല്ലേ പള്ളി? കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കേന്ദ്രം സ്ഥാപിക്കുകയാണ്. എന്റെ പേരോടിനോട് ചോദ്യം, ഇവിടെ ഇതിന് പള്ളി ഉണ്ടാക്കി പറയാൻ മറുപടി കേട്ടോളൂ. നാദാപുരത്ത് പുത്തൻപള്ളിയുടെ സമീപത്ത് ഒരു കാറ് നിർത്തി, ജീപ്പ് നിർത്തിയിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യം റോട്ടുമ്മലുണ്ടോ? നാദാപുരം ജുമാഅത്ത് പള്ളിന്റെ മുമ്പിൽ റോട്ടുമ്മൽ എന്തെങ്കിലും ഒരു വാഹനം നിർത്തി പള്ളി കയറാൻ പറ്റുമോ? പിന്നെ പറ്റുന്ന സ്ഥലം ഉള്ളത് എവിടെയാ? നിങ്ങളെ മുസ്ലിമിന്റെ അടുക്കൽ ആ ഭാഗത്ത് കുറച്ച് റോഡ് വിശാലത ഉണ്ട്. അപ്പൊ വാഹനമുള്ള ഓരോ സാധാരണക്കാര് അവർക്ക് ഇതിന്റെ ഖുത്ബ ബാത്തിലാണ് ജുമഅ ബാത്തിലാണെന്നും അറിയില്ലല്ലോ. അവർ മനസ്സിലാക്കുന്നത് എന്താ ഇപ്പൊ കൈ ഇവിടെ കെട്ടുന്നത് കുറച്ച് മേലെയാവുന്നല്ലാതെ ഇതിൽ കവിഞ്ഞ് സാധാരണക്കാർക്ക് അറിയോ? ഈ സാധാരണക്കാര് വണ്ടിയും കൊണ്ടുവന്ന് ആ വിശാലമായ റോട്ടുമ്മൽ വണ്ടി നിർത്തിയിട്ട് നിങ്ങളെ കൂടെ കയറിയിട്ട് ബിസ്മില്ലാത്ത ഫാത്തിഹ, ഒളുവില്ലാത്ത നിസ്കാരം, ഫർള് മാറ്റുന്ന നിസ്കാരം ഇന്നലെ ഞാൻ കാണിച്ചില്ലേ, നിയ്യത്തില്ലാത്ത നിസ്കാരം, അതിനെ തുടർന്നിട്ട് ഈ നാട്ടിലെ വണ്ടിയോടുകൂടി അന്യനാട്ടിൽ നിന്ന് വരുന്നവരും ഇന്നാട്ടുകാര് തന്നെയായ സാധാരണക്കാരും അവരെ ജുമഅയും ജമാഅത്തും ബാത്തിലാക്കുന്നത് കണ്ടതുകൊണ്ട് ആളുകൾക്ക് വണ്ടി നിർത്തി നിസ്കരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്താൻ വേണ്ടി തന്നെയാണ് പേരോടി പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് തന്നെയാ ജീവിക്കുന്നത്, അതിനു വേണ്ടി തന്നെ മരിക്കും. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവിച്ച് മരിക്കും, അതിനുവേണ്ടി തന്നെയാ പള്ളി ഉണ്ടാക്കുക. നിങ്ങൾക്ക് എന്താ ഛേദം? നിങ്ങളോട് വാങ്ങിയിട്ടല്ലോ, പേരോടെന്തിനാ പള്ളി ഉണ്ടാക്കിയത് ചോദ്യമാണ്. എത്ര ചോദ്യക്കാരെ അള്ളാന്റെ തൊട്ടിലൂടെ ഞാൻ കണ്ടു. ഈ വന്ന മൗലവി മൂക്കിൽ വലിക്കാനുണ്ട്. പുകയിലപ്പൊടി പോലെ മൂക്കിൽ വലിക്കും കേട്ടോ. കൂടിയ എന്നാ എന്താവും? എന്നാ ഒന്നുമില്ല, ഉള്ളിലുള്ളൊക്കെ തുമ്മിയങ്ങ് പോകും കേട്ടോ. എന്നോട് ചോദ്യം ചോദിക്കുക, അല്ല മൗലവി, വടകര താഴെയങ്ങാടിയിൽ എത്ര പള്ളിയുണ്ട്? ഓരോ പള്ളി അഫ്സർ മുഹമ്മദ് സാഹിബിലൂടെ അല്ലേ, ഓരോ പള്ളി തമ്മിൽ 10 മീറ്റർ ഉണ്ടോ? എത്ര പള്ളിയുണ്ട് അവിടെ? കോഴിക്കോട് എത്ര പള്ളിയുണ്ട്? കോഴിക്കോട് മൊഹീദ്ദീൻ പള്ളി, പിന്നെ ഞാൻ പട്ടാള പള്ളി. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നാദാപുരം ജുമാഅത്ത് പള്ളി ഉണ്ടാക്കിയിട്ട് കൊല്ലം എത്രയായി? എത്ര കൊല്ലം ഉണ്ടാവും ചോദാജി? 100 കൊല്ലം. അതിന്റെ ശേഷം അത് വിപുലീകരിച്ചിട്ടുണ്ടോ? നാദാപുരം ജുമാഅത്ത് പള്ളി 100 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാണ് മഹാന്മാർ. അതിന്റെ ശേഷം ആ പള്ളി വിപുലീകരിച്ചിട്ടുണ്ടോ, വിശാലമാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. 100 കൊല്ലത്തിനിടയ്ക്ക് ഈ രാജ്യത്ത് എത്ര ജനങ്ങൾ ജനിച്ചു? മൗലവിമാരെ കണക്ക് പറയണോ? പള്ളി വേണോ വേണ്ടേ? 100 കൊല്ലത്തിനിടയ്ക്ക് എത്ര ആള് ജനിച്ചു? എന്റെ വീട്ടിൽ എന്റെ ബാപ്പയും ഉമ്മയും ഒറ്റക്കായിരുന്നു. ബാപ്പ ഒറ്റക്ക്, ഉമ്മ ഒറ്റക്ക്, ഒരാണും ഒരു പെണ്ണും. ഇപ്പൊ ഞങ്ങൾ അക്കൂട്ടത്തിൽ എത്ര ആളുണ്ട് പറയുന്നത്? ഇപ്പൊ എണ്ണിക്ക് നോക്കണം. ശരിക്കും പറയണമെങ്കിൽ 10 രൂപ എന്തായാലും ഉണ്ടാവും. അക്കണക്കിന് 20 പള്ളി വേണം വേണ്ടേ? ജനസംഖ്യക്കനുസരിച്ച് പള്ളി വേണ്ടേ? നാദാപുരം ജുമാഅത്ത് പള്ളി ഉണ്ടാക്കുന്ന കാലത്ത് നാദാപുരത്തിൽ എത്ര പീഡിക മുറി ഉണ്ടായിരുന്നു? ഇപ്പൊ എത്ര പീഡിക മുറിയുണ്ട്? പള്ളി ഉണ്ടാക്കുന്നത് കാണുമ്പോ വെറുപ്പൊടിക്കുന്ന ഒരു കൂട്ടര്, എന്ത് പള്ളി? മുസ്ലിമീങ്ങളെ പള്ളി. കാപ്പട്ടിയല്ലേ അത് പള്ളിക്കെതിരെ സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളെ പള്ളി എന്ന ബിൽഡിങ്ങിനെതിരെയല്ല സംസാരിച്ചത്. നിങ്ങൾ സഹാബത്തിനെതിരെ, റസൂലുള്ളാഹിക്കെതിരെ അവിടെ നടത്തുന്ന ആശയത്തിനെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്കെന്താ, നിങ്ങൾ കോൺക്രീറ്റ് ബിൽഡിംഗ് ഇവിടെ എത്ര ഉണ്ടാക്കിയാൽ എന്താ? ആശയമാ പ്രശ്നം. ഇനി നിങ്ങൾ മക്കയിൽ ചെന്ന് നോക്കൂ, മസ്ജിദുൽ ഹറാമിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന എത്ര പള്ളിയുണ്ട്? മദീന ചെന്ന് നോക്കൂ, മദീന പള്ളിയിൽ നിന്ന്, മസ്ജിദുൽ മദീനയിൽ നിന്ന് റസൂലുള്ളാഹിന്റെ പള്ളി നോക്കിയാൽ കാണുന്ന എത്ര പള്ളിയുണ്ട്? 100 കണക്കിന് പള്ളിയില്ലേ? ഈജിപ്തിൽ ഞാൻ ഇപ്പൊ അടുത്തുപോയി, ബഹുമാനപ്പെട്ട ഇമാം ബൂസരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ള പള്ളി, അതിന്റെ തൊട്ട് ഈ ബിൽഡിങ്ങും ആ ബിൽഡിങ്ങും, ഈ പള്ളിയും ആ ബിൽഡിങ്ങും പോലെ ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് മർസി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുള്ള പള്ളി, വലിയ പള്ളി, ഇതിനേക്കാളൊക്കെ വലിയ പള്ളി ഓരോ പള്ളിയും. അതിന്റെ തൊട്ട് യാഖൂത്തുൽ അർസി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുള്ള വേറൊരു പള്ളി, 3 ഉണ്ട് ഒന്നായിട്ട്. ഞാൻ CD പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് സംശയമുള്ള മൗലവിമാർക്ക് കാണിക്കാൻ. ഞാൻ പറഞ്ഞു വന്നത്, ലോകമൊട്ടാകെയില്ലേ അത്? പള്ളികൾ ധാരാളം വേണം, ജനങ്ങൾക്ക് സൗകര്യം വേണം. പഴയ കാലം പോലെയല്ല.
മുമ്പ് കാലത്ത് നമ്മൾ ഒറ്റക്ക് നടന്നു പോലാ, ഇപ്പം വണ്ടി കൊണ്ടാ എല്ലാവരും പോകുന്നത്. വണ്ടി നിർത്താൻ സൗകര്യം വേണം. എന്താണ് ഞാനിവിടെ പറഞ്ഞു? മക്കയിൽ ജുമുഅക്ക് 2 ഭാഗം, മദീനയിൽ ജുമുഅക്ക് 2 ഭാഗം, ലോകം മുഴുക്കെ മുസ്ലിമീങ്ങൾക്ക് ജുമുഅക്ക് 2 ഭാഗം. മാർക്കറ്റിനെടുക്കൽ 1 എവിടുന്ന് കിട്ടി? ഇതിനെ സംബന്ധിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ മൗലവി എന്നെ വിമർശിക്കുകയാണ്. മൂപ്പര് എന്നോട് പറയാ, പേരോട് എന്നെ പഠിപ്പിക്കുകയാണ്. നിങ്ങളെ ഞാൻ പഠിപ്പിക്കൂലേ? കാരണം എൻ്റെ അടുത്ത് പഠിക്കാൻ മാത്രം നിങ്ങളായിട്ടില്ല. എൻ്റെ അടുത്ത് പഠിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിയും വിവരവും അതിന് നിങ്ങളായിട്ടില്ല.